മാന്യസദസ്സിന് വന്ദനം. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയപ്പെട്ട കൊച്ചച്ച, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, എൻ്റെ പ്രിയ ഇടവകാംഗങ്ങളെ, ഇന്ന് നമ്മുടെ ഭാരതത്തിന് ഇത് അഭിമാനത്തിൻ്റെ അസുലഭ നിമിഷം. അനേകം ധീരാത്മാക്കളുടെ പോരാട്ട വീര്യത്തിലൂടെയും ജീവത്യാഗത്തിലൂടെയും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ പുതുക്കുന്ന സുവർണ ദിനം. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവൻ പോലും സമർപ്പിച്ച മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, റാണി ലക്ഷ്മിബായി തുടങ്ങി എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്മരിക്കാം. ഭാരത മണ്ണിനായി സ്വന്തം ജീവൻ അർപ്പിച്ച ഓരോ ധീരാത്മാവിനും ഹൃദയം നിറഞ്ഞ പ്രണാമം അർപ്പിക്കാം. സ്വാതന്ത്ര്യ ദിനം എന്നതിനേക്കാൾ ഇന്നത്തെ പുണ്യദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ സഭ ഇന്ന് ആഘോഷപൂർണമാക്കുന്നു. ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ജീവിതം നാം ഓരോരുത്തർക്കും മഹത്തായ മാതൃകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിലും വിനയത്തിലും വിശ്വാസത്തിലും ജീവിക്കാനാണ്. ഈശോ തന്റെ അമ്മയെ സ്വർഗത്തിലേക്ക് ഉയർത്തി. നമുക്കും ആ അമ്മയുടെ കാര്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതവും വിശ്വാസത്തിലേക്കും നന്മയിലേക്കും സ്നേഹത്തിലേക്കും ഉയർത്താം. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ ഭാരതത്തെയും എല്ലാ കുടുംബാംഗങ്ങളെയും നാം ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. സ്നേഹമുള്ള ഇന്ത്യ, ഐക്യമുള്ള ഇന്ത്യ, സമാധാനമുള്ള ഇന്ത്യ, നീതിയുള്ള ഇന്ത്യ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതെ, ഇന്ന് ഈ ത്രിവർണ പതാകയെ നോക്കി നമുക്ക് പ്രതിജ്ഞ എടുക്കാം. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം ഞങ്ങൾ മറക്കില്ല. രാജ്യത്തിന്റെ ഐക്യം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. സത്യത്തിനും നീതിക്കും വേണ്ടി ഞങ്ങൾ നിലകൊള്ളും. പരിശുദ്ധ അമ്മ ഭാരതത്തെ കാത്തു പരിപാലിക്കട്ടെ. ദൈവം നമ്മുടെ രാജ്യത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നന്ദി, നമസ്കാരം.